ഹലോ, അമ്മ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി വറുത്ത് പൊടിച്ചിട്ട് ഒരു അരിയുണ്ടി ഉണ്ടായിരുന്നു, അത് കപ്പലണ്ടിക്ക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് പോകാം, വരൂ. അത് തന്നെ നമുക്ക് ഒരു ചട്ടി വെച്ച് അതിലേക്ക് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ വറുത്തെടുക്കണ്ടേ. ഇനി ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് ആവശ്യമായ നാളികേരം നമുക്ക് ചെരുകിയെടുക്കാം കേട്ടോ. അത് ചെരുകിയിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത അരിയില്ലേ, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പീനട്ട് വേണം. അപ്പോൾ പീനട്ട് നമ്മൾ ഇട്ടിട്ട് കുറച്ച് 2-3-4 ഏലക്കായും കൂടി ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് നേരത്തെ ചെരുകി എടുത്തിട്ടുണ്ടായിരുന്ന നാളികേരം, അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ നെയ്യ്, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, വറുത്തെടുത്ത അരി, അതിട്ട് അതിലേക്ക് നമ്മളുടെ പീനട്ട് അരച്ചതിടാം. ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 2-3 ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ 3 ശർക്കര ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതാ നമ്മുടെ ഈ പൊടിയിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി കൈകൊണ്ട് കുഴച്ച് നമുക്ക് ഉരുളകളാക്കി, നമ്മുടെ ഇഷ്ടത്തിന് എത്ര വലുപ്പം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഉരുളകളാക്കി എടുക്കാം. ഇവിടെ അരിയുണ്ട്, ഇവിടെ റെഡി ആക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള അരിയുണ്ടി ഇടാം. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.